ഞെട്ടിക്കൽ ജയത്തിന്റെ ക്ലൈമാക്സ് എന്ത്? ആരാകും കേരളത്തിലെ ആദ്യ ബി.ജെ.പി. മേയർ? സസ്പെൻസ് തുടരുന്നു. കേരളത്തിലെ ആദ്യത്തെ ബി.ജെ.പി. മേയറെ തീരുമാനിക്കാൻ പാർട്ടിയിൽ ചർച്ചകൾ സജീവം. മുതിർന്ന ബി.ജെ.പി. നേതാവ് വി രാജേഷും ആർ ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. അതേസമയം ആരാകും മേയർ എന്ന കാര്യത്തിൽ ബി.ജെ.പി. ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. വി രാജേഷിനെ മേയറാക്കിയാൽ ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച ചർച്ചകൾ ബി.ജെ.പിയിൽ സജീവമാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. അന്തിമ തീരുമാനം വൈകാതെ ബി.ജെ.പി. പ്രഖ്യാപിച്ചേക്കും. പാർട്ടി മേയർ പദവി വാഗ്ദാനം ചെയ്താൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് കൊടുങ്ങാനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വി രാജേഷ് പറഞ്ഞു. മേയർ സ്ഥാനം സംബന്ധിച്ച പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ തീരുമാനം പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കും. തങ്ങൾ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ സമര പോരാട്ടങ്ങൾ അടക്കം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും കോർപ്പറേഷനിലെ അഴിമതി ഭരണത്തിനുള്ള മറുപടിയാണ് ഈ വിജയമെന്നും വി രാജേഷ് പറഞ്ഞു. CPM-ന്റെ അഴിമതി ഭരണത്തിനെതിരായ വിധിയാണ് തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് അട്ടിമറി വിജയം സമ്മാനിച്ചതെന്ന് രാജേഷ് പറഞ്ഞു. ശാസ്തമംഗലത്ത് സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ മേയർ പദവി സംബന്ധിച്ച ഒരു വാഗ്ദാനവും ബി.ജെ.പി. നേതൃത്വം നൽകിയിട്ടില്ലെന്ന് മുൻ DGP ആർ ശ്രീലേഖ. ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മേയർ പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനായി വാർഡിൽ സജീവമായി ഉണ്ടാകുമെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. അതേസമയം ഡെപ്യൂട്ടി മേയറായി ആർ ശ്രീലേഖയെ പരിഗണിക്കുമെന്നും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന ബി.ജെ.പി. നേതൃത്വം ശ്രീലേഖയോട് ആവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് വി രാജേഷ് സംഘടനാ ചുമതലകൾ വഹിക്കുന്നതിനാൽ മേയർ ചുമതല കൂടി നൽകാനാകുമോ എന്ന സംശയം ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അതിനാൽ ആദ്യഘട്ടത്തിൽ മേയറായി ആർ ശ്രീലേഖയെ പരിഗണിക്കണമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെയും താൽപര്യം. എന്നാൽ സംസ്ഥാന നേതൃത്വം വി രാജേഷിന് അനുകൂലമായ നിലപാടെടുക്കാനാണ് കൂടുതൽ സാധ്യത. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖയെങ്കിലും പൊതുപ്രവർത്തന രംഗത്തെ അവരുടെ പരിചയക്കുറവ് കൂടി കണക്കിലെടുക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് ബി.ജെ.പി. പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാകുമെന്ന് വി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോർപ്പറേഷന്റെ വരുമാനം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അതിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി മോദി എത്തും. മുൻ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണവും പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലാകെ 101 വാർഡുകളാണുള്ളത്. ഇതിൽ 50 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പിയുടെ മിന്നും ജയം. LDF 29 സീറ്റുകളും UDF 19 സീറ്റുകളും നേടി. 3 സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിച്ചു.